ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനു ജെബിൻ ബ്ലോഗ്. അപ്പോൾ അതെ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. വീണ്ടും വന്നിരിക്കുന്നത് വെച്ചാൽ ദേഹം ഫുള്ള് ചൊറിഞ്ഞ് തിരപ്പണായിട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് വണ്ടീൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. മവിനോ പ്ലീസ്, തക്കരയല്ലേ, ഗുഡ് ഗെയിം. അവിടെ അമ്മച്ചിയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവളിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളപ്പം ഞങ്ങളപ്പോൾ ഇവിടുന്ന് മാറാൻ പോവാണ്. നമ്മളപ്പോൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവാം കേട്ടോ. വണ്ടീൻ്റെ ശല്യം ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് വെച്ചാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ളും ഉണ്ട് കേട്ടോ. അതുപോലത്തെ വണ്ടീൻ്റെ അഭിഷേകമാണ്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. എനിക്കിത് ഈ വീട് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റത്തില്ലാത്ത ലെവലിലായി ഇവിടുത്തെ സംഭവം. അത് നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ പഴയ ഷഡിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം എനിക്ക് ഇത്രയും കൂടെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മണ്ടയിലും മമ്മി എടുത്ത് കയറ്റി. ഇപ്പോൾ ഈ വാർഡ്രോബ് കൊണ്ടുപോകുന്നില്ല. ഓൾറെഡി നമുക്ക് ഇൻബിൽറ്റഡ് ആയിട്ടുള്ള വാർഡ്രോബ് നമുക്ക് അവിടെ ഉണ്ട്. എടുത്തേക്കുന്ന വൈഫൈയുടെ സാധനങ്ങളൊക്കെ ഇതുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കണം. അങ്ങനെയാണ് ഇത് കണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ ഫുള്ളും ഇനി ഇത്രയും കൂടെ ഉള്ളൂ സാധനങ്ങൾ കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും കൊണ്ടുപോകുന്നില്ല. ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ അമ്മച്ചി? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. പോകുന്നത് നമുക്ക് നമ്മുടെ ആൾക്കാരോട് പറയണ്ടേ നമ്മുടെ. അപ്പത്തേന് ഞാൻ പറഞ്ഞു അഭിന് കുറച്ചുകൊണ്ടിരിക്കുന്നത് അമ്മച്ചിയെ കണ്ടിട്ടാന്ന് ഞാൻ പറയുമായിരുന്നു. ഏകദേശം ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാക്കോച്ചിയും ആൻഡ് ടീംസ് ഫുള്ളായിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാർക്ക് ഒത്തിരി നന്ദി പറയുന്നു. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഞാനും മനുഷ്യട്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒന്നേന്ന് തൊട്ട് ഒതുക്കി പിറക്കിയൊക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ രൂപക്കൂടെ ഒന്ന് അഴിച്ചെടുക്കണം. അതും കൂടെ ഉള്ളൂ ബാക്കി പരിപാടി. TV ഒക്കെ ഇരിക്കുന്നു. ഇനി അതെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ ബാക്കി അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ മണ്ടേ എത്തിച്ചു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇത്ര സാധനങ്ങളും കൂടെ ഒന്ന് എടുക്കണം. പിന്നെ എനിക്ക് നമ്മുടെ ഈ ചൂരലിൻ്റെ ഈ ബാമ്പുവിൻ്റെ ചെയറില്ല, അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനുണ്ട്. എന്നാ ഒന്നൊന്ന് പോളിഷ് ചെയ്യണം. അതുകൂടെ ചെയ്തിട്ട് അത് നാളെ സമയം പോലെ ചെയ്യാം. എന്തായാലും ഞങ്ങൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇവിടുന്ന് പോകും കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയല്ല. ഇനി പട്ടിയുടെ അവളുടെ കൂടും കൂടെ അടിക്കണം. അവളെയും കൊണ്ടുവന്ന് ഇതുണ്ടോ നമ്മൾ ഇതുണ്ടോ വണ്ടി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേഹം ഫുള്ള് ചൊറിഞ്ഞിട്ട് പോയി. എനിക്കാണ് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഇറിറ്റേഷൻ ഉണ്ട്. എനിക്ക് മാത്രമേ കേട്ടോ, പാവം വെല്ലുമിശി അതുപോലെ തന്നെ അമ്മമാർക്ക് എല്ലാവർക്കും ആയാലും ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. എന്തായാലും വീടും കാര്യങ്ങളൊക്കെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ടയേർഡാണ്. കാര്യം വെച്ചാൽ കുറേ ദിവസം അതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികളെല്ലാം നമുക്ക് കൊണ്ടുപോകണം. ഇനി അത് പാക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് പോകുന്ന വഴിക്ക് തന്നെ എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വണ്ടിയെല്ലാം കയറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ തീർന്നു. ഇനി 2-3 പീസസും കൂടെ സോഫയുടെ പീസൊക്കെ അവിടെ കിടക്കണം. അമ്മമാർ അതും കൂടെ എടുത്തുകൊണ്ട് പൊക്കോളും. അങ്ങനെ നമ്മളപ്പോൾ പോവാണ്.